കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം, ഡോക്ടറെന്ന് വിളിക്കാൻ ഒട്ടും ഉദ്ദേശമില്ല, റാമിനെ 3 മാസം കഴിഞ്ഞതിന് ശേഷം, കറക്റ്റ് 100 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുടകിൽ നിന്നും പൊക്കിയെടുത്തുകൊണ്ട് വന്നു. കർണാടകയിലെ കുടകിൽ നിന്നും പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് വന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു റാം? റാമിനെ സംരക്ഷിക്കാൻ പോലീസുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പണത്തിൻ്റെ അഹങ്കാരം മൂത്ത റാം ഒളിവിൽ പോയി. കൺവെട്ടത്ത് തന്നെ ഒളിവിൽ പോയി ഇരുന്ന സമയമുണ്ടായിരുന്നു. ഒളിവിൽ പാർപ്പിച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കർണാടകയിലെ കുടകിൽ കൊണ്ടിട്ട് പിടിച്ചു. അവിടെ ഇട്ടാണ് പിടിച്ചത്. ആരെയൊക്കെ ബന്ധു വീട്ടിലെന്നോ എവിടെയോ ഇട്ട് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കറക്റ്റ് 100 ദിവസം ആയപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നു, കോടതിയിൽ ഹാജരാക്കി. ലോകത്തുള്ള ജനങ്ങളെല്ലാവരും കണ്ടതാണ്. ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയത് ഡോക്ടർ റാമും കൂടെയുണ്ടായിരുന്ന മറ്റ് അവിടുത്തെ ടീച്ചർമാരും. അവർക്കെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇയാളെപ്പറ്റി, ഡോക്ടർ റാമിനെ പറ്റി മറ്റുള്ള കുട്ടികളെല്ലാം രംഗത്ത് വരികയും ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കുട്ടികൾ വിളിച്ചു പറയുകയും ചെയ്തു. ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. സംഭവം അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് ലോൺ ആപ്പിൻ്റെ വിഷയവുമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതവിടെ അങ്ങനെ അങ്ങ് ഒപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. നിതിൻ രാജ് ലോൺ ആപ്പ് വഴി 30,000 എത്രയോ രൂപ എടുത്തു. അത് അമ്മയുടെ ചികിത്സയ്ക്കായിട്ടാണ് എടുത്തത്. സഹോദരി പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ലോൺ എടുത്തു. അമ്മയുടെ സർജറി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ പൈസ ലോൺ ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതിന് ഏതോ ടീച്ചറിൻ്റെ എന്തോ ഒരു ടീച്ചറിൻ്റെ പേരും പറഞ്ഞിട്ട് ശശികല ഏതോ ഒരു ടീച്ചറിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ടീച്ചറിൻ്റെ ഫോൺ നമ്പറിൽ നിരന്തരം ലോൺ ആപ്പുകാർ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ കുട്ടിയുടെ മരണം ലോൺ ആപ്പിലേക്ക് അങ്ങ് അടിച്ചുവിട്ടു. എന്നിട്ട് എവിടെയൊക്കെയോ പോയി ഈ ലോൺ ആപ്പിലുള്ള ഏതൊക്കെയോ ഹിന്ദിക്കാരന്മാരെ 2-3 പേരെ പൊക്കിയെടുത്ത് പോലീസ് കൊണ്ടുവന്നു. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന അന്നേ ഈ റാമിൻ്റെ പിറക്കേ അങ്ങ് പോകണ്ടായിരുന്നു. അപ്പോൾ റാം ഇവിടെ പോലീസന്മാരെ സംരക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് നല്ലത് കിട്ടിക്കാണും, അതിൻ്റെ പേരിലാണ് അവർ സംരക്ഷിച്ചത്. നിതിൻ രാജിൻ്റെ അച്ഛനും സഹോദരിയും അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടതുകൊണ്ട് അവർ മേൽക്കോടതിയിലേക്ക് പോവുകയും അവരെ അന്വേഷണം ശരിയല്ല എന്ന് കണ്ടതുകൊണ്ട് ഇവരെ വീട്ടിൽ വന്ന് തെളിവെടുപ്പ് നടത്തി. ഒരു പ്രാവശ്യം കണ്ട പേരിനും വേണ്ടി വന്നു എന്ന് മാത്രം ആ കുട്ടി മരിച്ച സമയത്ത്. പിന്നെ ഒരു അന്വേഷണം ആവട്ടെ ഒന്നുമില്ല, അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഈ ഇലക്ഷൻ്റെ സമയമായപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവർക്ക് അപാകതകൾ വന്നു. അവർ പണം കയ്യിൽ വരുന്നിടത്തോട്ടേ നിൽക്കുള്ളൂ. അതായത് റാമിൻ്റെ പക്ഷമായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ തന്നെ നിതിൻ രാജിൻ്റെ വീട്ടുകാരെ അറിയിക്കാതെ അവർ തന്നെ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിന് അങ്ങോട്ട് കൊടുത്തു. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണവും എല്ലാം കണക്കായിരുന്നു, മറ്റവരല്ലേ പറഞ്ഞു വിട്ടത്. അപ്പോൾ അതും തൃപ്തികരമല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ അതിനുശേഷം ഇവർ തന്നെ വേണ്ടപ്പെട്ടവരെ കാണുകയും കണ്ടതിന് ശേഷം വേറെ അടുത്ത ഭരണം വന്നതുകൊണ്ട് ഇനിയെങ്കിലും നീതി കിട്ടും എന്ന് ഉറപ്പ് വന്നു. മൊത്തത്തിൽ എല്ലാവർക്കും അപേക്ഷകൾ കൊടുത്തു. മുഖ്യമന്ത്രിക്കും അങ്ങനെയൊക്കെ അപേക്ഷകൾ കൊടുത്തു. ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവർക്ക് തൃപ്തികരമായിരിക്കാം. അങ്ങനെ ഇവിടെ കോടതിയിൽ 100 ദിവസം ആയപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഡോക്ടർ റാമിനെ കൊണ്ടുവന്നു. അത് മറ്റേ ക്രൈംബ്രാഞ്ചാണ്. അവരന്വേഷണത്തിലാണ് പോയി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മീഡിയക്കാരെയൊക്കെ ബോധ്യപ്പെടുത്താനും വേണ്ടി ഇനി ഞാൻ അന്വേഷണത്തിൽ ഇനി ഡോക്ടർ റാമിനെ കിട്ടിയില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അവിടെ വന്നിട്ട് കൊണ്ടുവന്ന് നിമിഷങ്ങൾക്കകം തന്നെ ആളിനെ ഒരു വശത്തൂടെ ഇറക്കി വിട്ടു. കോടതിക്ക് ബോധ്യമായി ഈ അന്വേഷണത്തിൽ ഒരു തെളിവുകളും അവിടെ ഹാജരാക്കിയിട്ടില്ല. പോലീസ് ഇത്രയും നാളെന്ത് ചെയ്തു, ഉറങ്ങിപ്പോയോ? കുറച്ച് ചോദ്യങ്ങളൊക്കെ കോടതി അവിടെ ചോദിച്ചു. അതിനൊന്നിനും മറുപടിയില്ല. ഒരു വശത്തൂടെ ഇറക്കി വിട്ടതിന് ശേഷം അടുത്ത ഇവരെ അന്വേഷണത്തിലുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ അവിടെ പിടിച്ചു നിർത്തുകയും അവിടെ കുറച്ച് നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ
ഈ ഡോക്ടർ എന്ന് വിളിക്കാൻ എനിക്ക് വയ്യ, റാമിൻ്റെ ഭാര്യ അവിടെ കുറച്ച് നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാക്കിയ ഭർത്താവിനെ കോടതിയിൽ നിന്ന് വിട്ടയച്ചു. പിടിച്ചോണ്ട് പോയി നിമിഷങ്ങൾക്കകം വിട്ടയച്ചു. തെളിവുകളൊന്നും നേരെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് വിട്ടയച്ചത്. അതിൻ്റെ പേരിൽ അപ്പോൾ ഭാര്യയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഏതൊരു ഭർത്താക്കന്മാരെ ആയിരുന്നാലും അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ അതിൽ നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് സങ്കടം വരും. ഭാര്യയുടെ വിലാപഗാനം ഒന്ന് കേൾക്കാം. ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായി. അപ്പം വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിന് ഒരു ശകലം പോലും നടക്കാൻ പറ്റുന്നില്ല. കാല് വയ്യാത്ത ഒരു രോഗിയാണ്. ഞാൻ പതുക്കെ പിടിച്ച് കോടതിയിൽ നിന്ന് കൊണ്ടിറങ്ങി വന്നപ്പോഴെല്ലാവരും കൂടെ പൊക്കിയെടുത്തോണ്ട് പോയി. സ്ത്രീയെ അച്ഛൻ്റെയും അമ്മയുടെയും 2 സഹോദരിമാരുടെയും ജീവനായിരുന്ന ആ ഒരു മകനെ ഉള്ളായിരുന്നു സ്ത്രീയെ. നിങ്ങളുടെ ഭർത്താവായ ആ സാധനം റാമെന്ന് പറയുന്ന അയാളാണിത് ചെയ്തത്. അന്ന് സ്റ്റാഫ് റൂമിനകത്ത് വെച്ചാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത്. എന്നിട്ട് CCTV രംഗങ്ങളൊക്കെ കാണിക്കുന്നത് ലോണാപ്പിൻ്റെ വിഷയവുമായിട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ മൊബൈലെടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. നിതിൻ രാജ് അവിടെ വരുന്നു, അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു. പക്ഷേ സംഭവം മൊത്തവും കാണിക്കുന്നില്ല. ആ ലോണാപ്പിൻ്റെ കാര്യം പറയുന്നത് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, അതിനു മുമ്പൊക്കെ നടന്ന രംഗങ്ങളും ഫുള്ള് അവിടെ കാണിക്കണമായിരുന്നു. സ്ത്രീയെ, നിങ്ങളുടെ ഭർത്താവിന് കാല് വയ്യല്ലേ? ബാക്കി വെക്കാം. നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, കാറിലിരുത്താൻ വേണ്ടി നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് തിരിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ DYSP ആയിരുന്നു. എനിക്ക് പേരറിയില്ല, DYSP ആണ് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. കണക്കായിപ്പോയി കൊണ്ടുപോയെങ്കിൽ പിടിച്ച് വലിച്ച് 2-3 പോലീസ് പിടിച്ച് വലിച്ച് എൻ്റെ ഭർത്താവിന് നടക്കാൻ വയ്യാതെ ഞാൻ കാറിനകത്ത് കൊണ്ടുവന്ന് ഇരുത്താൻ പോയ എൻ്റെ ഭർത്താവിനെ വലിച്ചഴച്ച് കൊണ്ടുപോയെന്നു. ആ മകൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അന്നേരം ആ സമയത്ത് അതിനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊലപ്പെടുത്തുമ്പോൾ ആ മകന് എന്തുമാത്രം വേദന ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ കുട്ടി വീട്ടിലേക്ക് വരാനായിട്ട് ഇരുന്ന് അതിൻ്റെ അന്നോ പിറ്റന്നോ അങ്ങാണ്ട വീട്ടിൽ വരാനായിട്ട് ട്രെയിൻ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനെയും സഹോദരിമാരെയും എല്ലാം കാണാനായിട്ട് വരാനായിട്ടിരുന്ന സഹോദരിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ട്രെയിൻ വരെ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ കുട്ടിയെ ഇയാൾ എന്ത് ചെയ്തു? ഈ ക്രൂരൻ അവിടെ ഇല്ലായിരുന്നു എന്നവിടെ പറയുന്നു. കുട്ടികൾ പറയുന്നു ഈ ക്രൂരൻ താഴെ ഉണ്ടായിരുന്നു, ആ സ്റ്റാഫ് റൂമിനകത്ത് ഈ വിഷയം നടക്കുമ്പോൾ. എന്നിട്ട് ഈ ക്രൂരൻ താഴെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ഇയാൾ കയറി വന്നു ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം സംഭവം അവിടെ കൊണ്ടിട്ടതാണ്. ഇത്രയോ നിലയിലെ മോളിൽ നിന്നാണ് ഈ കുട്ടി ചാടിയത് എന്ന് പറയുന്നു. അവിടെ എന്തോ വിഷയമായി ചാടി എന്ന് പറയുന്നു. അങ്ങനെ ചാടിയെങ്കിൽ ആ കുട്ടിക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു അപാകത വരികയോ എന്തെങ്കിലും ചെയ്യും. ഇത്രയും ഉയരത്തിൽ നിന്നേ ഒക്കെ ചാടുമ്പോഴത്തേക്ക് അതിൻ്റേതായ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അപാകതയെങ്കിലും കാണും. ഇത് ഒരു കുഴപ്പമില്ല, അതിനെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തി. സ്ത്രീയെ, നിങ്ങളെ ഭർത്താവിന് കാല് വയ്യല്ലേ നടക്കാൻ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്. നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ടാണ് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത്. എന്താ പറ്റുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. അയ്യോ, കൊണ്ടുപോയി. അത് ആ ഭാഗത്തേക്കല്ല, ഈ ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. എൻ്റെ ഭർത്താവിന് എന്ത് ചെയ്യണമെന്ന് കാലടിച്ചടിക്കണം. ആ നരാധിപനായ അവൻ്റെ കാല് അടിച്ചൊടിച്ചവിടെ ഇടണം. ഇനിയെങ്കിലും ഈ അന്വേഷണത്തിൽ ഈ കള്ളൻ വന്ന് വെളിപ്പെടുത്തണം. ഈ കള്ളൻ ചെയ്തതാണ് എന്നുള്ളത് ഈ കള്ളൻ വെളിപ്പെടുത്തണം. അല്ലാതെ ആ കുട്ടി ചെയ്തതല്ല. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. അത്രയ്ക്കും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു ഈ നിതിൻ രാജ്. അത്രയ്ക്കും കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് ഈ മകൻ
പഠിക്കാനായിട്ട് ഡെൻ്റൽ കോളേജിലേക്ക്. അത് 1ാം വർഷമോ 2ാം വർഷമോ വിദ്യാർത്ഥി അങ്ങനെ എങ്ങാണ്ടേ ആയിരുന്നു. അതിന് അത്രയ്ക്കും പഠിക്കണ ഒരു മകനായിരുന്നു. എന്ത് അവിടെ ടീച്ചർമാരുടെ പക്ഷത്തായിരുന്നാലും എന്ത് തെറ്റ് വന്നാലും, അതായത് ഈ റാമിൻ്റെ പക്ഷത്തായിരുന്നാലും റാം എന്ത് പറഞ്ഞാലും യവൻ അതിന് ചോദ്യം ചെയ്യുമായിരുന്നു. ഈ മകൻ അതിന് ചോദ്യം ചെയ്യുമായിരുന്നു. മിണ്ടാതെ ഇരിക്കണ ഒരു കുട്ടി ആയിരുന്നു എങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അവൻ കണ്ട കാര്യം അവിടെ അവൻ പറയുമായിരുന്നു. അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇവനെ തട്ടണം എന്നൊരു ചിന്തയിലായിരുന്നു ഇയാൾ നടന്ന ഈ മൊട്ടാറാം. വിഗ്ഗും വെച്ച് നടക്കണ കണ്ടില്ലേ? വിഗ്ഗൊക്കെ വെച്ച് അന്ന് ആദ്യം കണ്ട ഫോട്ടോയിലെ കോലം അല്ലല്ലോ ഇപ്പം കാണുന്നത്. തള്ളച്ചി വീണ്ടും വന്നിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടായിരുന്നു കൊണ്ടുപോയത്. നിങ്ങൾ അഡ്വക്കേറ്റിനൊപ്പം ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കാറ് കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തോ, നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല അവർക്ക്. കുറച്ച് കഴിഞ്ഞേരം എന്നെ വന്ന് ഉന്തി ഞങ്ങളിവരെ പ്രീ അറസ്റ്റ് ചെയ്യുക എന്തോ പറഞ്ഞു. അങ്ങനെ പ്രീ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ, കഴിയുന്നില്ല നടക്കാൻ. അത് പറ്റൂല, നിങ്ങൾ മാറുന്നു പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തള്ളി. മറ്റേ അന്വേഷണം ശരിയല്ലാത്തതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഇറങ്ങി, കോടതിയിൽ നിന്ന് ഇയാൾ ഇറങ്ങി വന്ന ഈ കള്ള ഇറങ്ങി വന്നപ്പോൾ പിടിച്ചോണ്ട് ഒരൊറ്റത്തൂടെ പോയി, ചൊണയായിപ്പോയി. പിടിച്ചു വലിച്ച് ജീപ്പിലിട്ട് 2-3 പോലീസും കൂടി പോയി. അവിടെ ഓഫീസിൽ നിന്ന് കുറേ ചോദിച്ചിരുന്നു, ഹറാസ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, കൂടുതലായിട്ടൊക്കെ ചോദ്യം. ഭർത്താവ് എന്തേര് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളേ ഉള്ളു. ഞാൻ തന്നെ അവനെ അടിച്ചു കൊലപ്പെടുത്തിയതിന് ശേഷം കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറഞ്ഞല്ലേ? പറയതല്ലേ, എല്ലാം വിശദമായിട്ട് പറയാം. ജയിലൊക്കെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എൻ്റെ സിസ്റ്ററിയും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഓഫീസിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഒക്കെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളെയും വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അധികം പ്രതികരിച്ചില്ല. അതിന് ഞങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ തന്നെ അനങ്ങാതിരുന്നു. ലോയറെ വിളിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് അവരെ മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്ത്രീയെ നിങ്ങളെ ഭർത്താവ് കൊലപ്പെടുത്തിയ ഈ മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ അമ്മയ്ക്കും അച്ഛനും ആ സഹോദരിമാർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പണം ഉണ്ടല്ലേ? പണം ഉണ്ടെങ്കിൽ എന്തും ആവാം. അതൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയാണ്, അതിന് വീട് പോലും ഇല്ല, അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. നിതിൻ രാജിൻ്റെ അച്ഛൻ എന്തോ പെയിൻറ്റിങ് തൊഴിലാളിയോ അങ്ങനെ എന്തോ പോയി ജോലിക്ക് പോയാണ് അന്നോടന്നുള്ള അന്നം കഴിഞ്ഞു പോണം. ആ കുട്ടികളെ പഠിപ്പിച്ചത് ആ മക്കളെ വിദ്യാഭ്യാസം, 2 പെമ്മക്കൾക്കും അടിപൊളി വിദ്യാഭ്യാസം കൊടുത്തു. അത്ര നല്ല ഒരു അച്ഛനായതുകൊണ്ടാണ് ആ മക്കളെ നല്ല നിലയിലാക്കണം, ആ മക്കളെന്നുള്ള ഒരേ ഒരു ചിന്തയിൽ കഴിഞ്ഞു പോണത്. ഭാര്യ മക്കളെന്നുള്ള ഒരേ ഒരു ചിന്തയിൽ കഴിഞ്ഞു പോകണം. ആ ഒരു മകന്, ആ കുടുംബത്തിലെ ആകെ ഉള്ളൊരു പ്രതീക്ഷയായിട്ടുള്ള ഈ മകന് ഇങ്ങനെ ആക്കിയ ഈ മാടനെ അതുപോലെ ഇല്ലാതാക്കണം. ലോയറും പറഞ്ഞു ഓക്കെ കോർട്ടിലേക്ക് വാന്ന് പറഞ്ഞു. ഇപ്പം ഇവിടുന്ന് ഈ ടേണിങ് കഴിഞ്ഞ അപ്പാടാന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. അതും എങ്ങോട്ടേക്കാ പോയത് എന്നറിയില്ല. ഇങ്ങ് കണ്ണൂരാ പോകേണ്ടത് ആ ഭാഗത്തേക്കല്ലേ, പക്ഷെ അവർ ജീപ്പ് എടുത്ത് പോയത് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ്, തലശ്ശേരി ഭാഗത്ത്. അതെ, അവരാണ് എന്നെ തള്ളിയിട്ട് DYSP ചെയ്തത്, വേറെ പോലീസുകാരൊന്നും ചെയ്തില്ല. DYSP ആണ് എന്നെ തള്ളി ഇവരെ വലിച്ചു കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു സാർ വലിക്കല്ല, മെല്ലനെ നടക്കട്ടെ, നടക്കാൻ വയ്യ, പക്ഷെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക ചെയ്ത്. അല്ല വലിക്കല്ല, നോവും, കാല് വയ്യാത്തതാണ്. ആ ഒരു മകനെ തല്ലി ഇതേ കണക്കിന് കൊലപ്പെടുത്തിയപ്പോൾ വേദനിച്ചില്ല അല്ലേ സ്ത്രീയെ? നിങ്ങളെ ഭർത്താവിനെ പിടിച്ചൊന്ന് വലിച്ചപ്പം നിങ്ങളുടെ ഭർത്താവിൻ്റെ കാല് നൊന്തുപോയല്ലേ? നടക്കാൻ വയ്യ, കാറിലിരുത്തി സുഖിപ്പിക്കാനായിട്ട് കാറിലോട്ട് കൊണ്ടുപോയതായിരുന്നു എൻ്റെ ഭർത്താവിനെ. ഇത്രയും നാൾ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നല്ലോ. സത്യം തുറന്ന് പറ. കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യയുടെ അടുത്തും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ പറ, കള്ള അല്ലാതെ ഉള്ള സത്യം പോലെ പറ. ഇത്രയും നാൾ ഒളിച്ചു വെച്ചിരുന്നല്ലോ. പണം നല്ല ഇടത്തിന് ഇറക്കി പണം ഇറക്കി കളിച്ച്. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്, നിങ്ങളൊന്ന് സഹായിക്കണം. ദിൽന
സഹായിക്കും. ഇപ്പോഴും ആ വീട്ടിൽ ആ അച്ഛനും അമ്മയും ആ കുടുംബം കിടന്ന് ഉരുവണതായ ഉരുവക്കം, ആ അമ്മേരെ കോലം കണ്ട ആ സ്ത്രീയെ നിങ്ങളെ കെട്ടിയോനല്ലേ ഇങ്ങനെ ചെയ്തത്? നിങ്ങളെ കെട്ടിയോൻ തുറന്ന് പറ. ഇതിനെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം, എന്നിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം. അപ്പം നമുക്ക് ന്യൂസ് ഒത്തിരി ഒന്ന് ആത്മഹത്യ ചെയ്ത നിതിൻ രാജ്, കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ നിതിൻ രാജിന്റെ പിതാവ് രാജൻ രംഗത്ത് വന്നു. പോലീസുകാർ നിയമം അട്ടിമറിച്ചു. കേസ് അട്ടിമറിക്കാൻ ചില രാഷ്ട്രീയക്കാർ ഇടപെട്ട് കഴിഞ്ഞു. പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും രാജൻ 24-നോട്. നിതിൻ രാജിന്റെ മരണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും പോലീസിനെതിരെയും ഉണ്ടായിരിക്കുന്നത്. നിതിൻ രാജിന്റെ അച്ഛൻ 24-നൊപ്പം ചേരുകയാണ്. വലിയ വിമർശനമാണ് പോലീസ് സേനയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അതിൽ പറയാനുള്ളത്? ജോലിയിൽ സത്യസന്ധത കാണിക്കണം. അത് പോലീസായാലും ക്രൈംബ്രാഞ്ച് ആയാലും ആരായാലും ജോലിയിൽ സത്യസന്ധത കാണിക്കണം. അവർ അങ്ങനെയല്ല ചെയ്തത്. അവർ പകരം ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി അവരെ കൊണ്ട് എന്തൊക്കെ പറ്റും അതെല്ലാം അവർ ചെയ്ത് കൂട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. പകരം ഈ പുതിയ സർക്കാർ നിലവിൽ വരികയും അവർ അന്വേഷണ സംഘത്തെ മാറ്റുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷേ പുതിയ അന്വേഷണ സംഘം നിലവിൽ വരുമെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് പ്രതിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി ജാമ്യം വാങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊക്കെയാണ് സത്യങ്ങൾ. അച്ഛനാണ് ഇപ്പം സംസാരിച്ചത്. സത്യം ഇതാണ്. ഇനി ഇപ്പോഴത്തെ സർക്കാർ വന്നതുകൊണ്ട് അതിനെന്താണെന്നുള്ള അവർക്കൊരു നീതി വാങ്ങിച്ചു കൊടുക്കണം. ഇതിനിടയിൽ വെച്ച് തന്നെ നിതിൻ രാജു മരിച്ച ആ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ അച്ഛനും സഹോദരിയും കൂടി ആ കോളേജിൽ കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ പോയിരുന്നു. അവിടെ ആ കുട്ടി മരിച്ച് കിടന്നെന്ന് പറഞ്ഞ ആ ബോഡി കിടന്ന ആ ഭാഗത്ത് തന്നെ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനപ്പോഴേ അവിടെ വെച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം കൊണ്ടുവന്ന് ഇട്ടതാണെന്നുള്ളത് ആ അച്ഛന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങളൊക്കെ അതിനകത്ത് സ്റ്റാഫ് റൂമിൽ കാണിച്ചായിരുന്നു. അത് പക്ഷേ അച്ഛനെ കാണിച്ചിട്ടില്ല. അതിന് മുമ്പാണ് ലോൺ ആപ്പിൻ്റെ കാര്യവും പറഞ്ഞ് അതൊക്കെ ഇരുന്നു കൊണ്ട് മീഡിയയുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അച്ഛൻ ചെന്നതിന് ശേഷം അതിനെപ്പറ്റി ഒരു വാക്ക് പോലും സംസാരിക്കുകയോ ആ സ്റ്റാഫ് റൂമിലോട്ട് കൊണ്ടുപോവുകയോ അവരെ ആ CCTV ദൃശ്യങ്ങളൊന്നും കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ ലോൺ ആപ്പിൻ്റെ കാര്യം മാത്രമാണ് അന്ന് അവിടെ സംസാരിച്ചത്. പക്ഷേ അതിൽ വേറെ എന്തൊക്കെയോ അവിടെ സംഭവങ്ങൾ നടന്നു. അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഈ കൊലയാളി ഈ റാം തന്നെയാണ്. ഇയാൾക്ക് അതിൻ്റേതായ തക്കതായ ശിക്ഷ കൊടുക്കണം. നമുക്ക് പൂർണ്ണമായിട്ടറിയാം. അല്ലാതെ ഈ മകൻ അങ്ങനെ ചെയ്യൂല എന്നുള്ളത് കുടുംബത്തിനും അറിയാം, ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഇതിനുത്തരവാദി ഇയാൾ തന്നെയാണ്.